KSRTCയിലെ ജീവനക്കാരൻ ഇനി മുതൽ കുപ്പിവെള്ളം കൂടെ വിൽക്കണമെന്നുള്ളതാണ്. ചില പരിഷ്കരണങ്ങളെ മണ്ടൻ പരിഷ്കരണങ്ങളെന്ന് പറയും. ഇത് മണ്ടൻ പരിഷ്കരണമെന്ന് പറയാൻ കഴിയില്ല. ഇത് പ്രായോഗികമല്ലാത്ത തുക്ലക്ക് പരിഷ്കാരമാണ്. ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുന്നതോടൊപ്പം ഈ കുപ്പിവെള്ളം എങ്ങനെ കച്ചവടം ചെയ്യുമെന്നുള്ളത് ഈ ഉത്തരവിട്ട ഏമാന്മാരെന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. കാരണം ഹില്ലി അക്വാ വാട്ടർ എന്നുള്ള ഒരു കമ്പനിയുമായി ചേർന്ന് KSRTCയുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് വെള്ളം ബിസിനസ് ചെയ്യുന്നതിന് നമുക്കെതിരൊന്നുമില്ല. പക്ഷേ ബസ്സിൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല. നമസ്കാരം. KSRTC വിചിത്രമായൊരു ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: KSRTC ബസ്സുകളിൽ KL15 എന്ന ബ്രാൻഡ് നെയിമിലുള്ള ഹില്ലി അക്വ എന്ന കുപ്പിവെള്ളം വിൽക്കണം എന്നുള്ളതാണ്. എന്തായാലും KSRTC കണ്ടക്ടറാണ് ഈ കുപ്പിവെള്ളം വിൽക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. വിചിത്രമായൊരു ഉത്തരവ് തന്നെയാണ്. ഇതിനെതിരെ KSRTC ജീവനക്കാർ വലിയ പ്രതിഷേധവുമായി നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് KSRTC ജീവനക്കാരനും KSRTC എംപ്ലോയി സംഘിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ S. അജയകുമാർ. അല്ല, ഇത് തികച്ചും അപ്രായോഗികമായ പരിഷ്കാരമാണ്. അതായത് പരിഷ്കരണങ്ങൾക്കെല്ലാം ഒരു പ്രായോഗികത വേണം. അപ്പോൾ നമ്മൾ ചില പരിഷ്കരണങ്ങളെ മണ്ടൻ പരിഷ്കരണങ്ങളെന്ന് പറയും. ഇത് മണ്ടൻ പരിഷ്കരണമെന്ന് പറയാൻ കഴിയില്ല. ഇത് പ്രായോഗികമല്ലാത്ത തുക്ലക്ക് പരിഷ്കാരമാണ്. അതാണ് ആദ്യമായി പറയാനുള്ളത്. മറ്റൊന്ന്, KSRTC കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? KSRTC കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് സുഖകരവും സുരക്ഷിതവുമായ യാത്ര പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സർക്കാർ ഏജൻസി എന്നുള്ളതിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പൊതുജനങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ഒരു ഗതാഗത സംവിധാനം സർക്കാർ നയമാണ്. ആ നയത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് വേണ്ടി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആ മെച്ചപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 22% താഴെയാണ് KSRTC സർവീസ് നടത്തുന്നത്. ബാക്കി 78% സ്വകാര്യന്മാരാണ്. ഇപ്പോൾ താങ്കളുടെ നാട് വയനാട്ടിലാണ്. അമലിൻ്റെ നാട്ടിൽ പോലും KSRTC ഉണ്ടോ പൂർണ്ണമായിട്ടും? KSRTC പൂർണ്ണമായിട്ടും ഇല്ല. KSRTC നാമം മാത്രമാണ്. അങ്ങനെ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സുഖകരവും സുരക്ഷിതവുമായിട്ട് വളരെ റീസണബിളായിട്ടുള്ള ചെലവിൽ ഒരു യാത്ര പ്രദാനം ചെയ്യേണ്ട ഒരു സർക്കാർ സംവിധാനം ഇത്തരം ഉഡായിപ്പ് പരിപാടികൾ, ഇതിനെ ഉഡായിപ്പ് എന്ന് തന്നെ പറയാം. കാരണം ഇതൊരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമാണിത്. ഇപ്പോൾ KSRTC ബഡ്ജറ്റ് ടൂറിസം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എല്ലാത്തിനും കളിയാക്കുന്നില്ല. ബഡ്ജറ്റ് ടൂറിസം നന്നായി നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ വലിയ ആഡംബര ബസ്സുകൾ ഈ കേരളത്തിലുള്ളപ്പോഴും ആ ആഡംബര ബസ്സുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങളതിനെയൊക്കെ കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഉള്ളതിനെ ഉണ്ടെന്ന് പറയും, ഇല്ലാത്തതിനെ ഇല്ലയെന്നും പറയും. പറഞ്ഞേ പറ്റുള്ളൂ. ചോദ്യം ഇതാണ്: KSRTCയിലെ ജീവനക്കാരൻ ഇനി മുതൽ കുപ്പിവെള്ളം കൂടെ വിൽക്കണമെന്നുള്ളതാണ്. ഒരിക്കലും നടക്കില്ല. കാരണം KSRTC ബസ്സിൽ ഒരു ഓർഡിനറി ബസ്സായിരുന്നാലും ഫാസ്റ്റ് പാസഞ്ചർ ആയാലും സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നാലും അത്തരം സർവീസുകളിൽ യാത്രക്കാർ നിന്നും ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുന്നതോടൊപ്പം ഈ കുപ്പിവെള്ളം എങ്ങനെ കച്ചവടം ചെയ്യുമെന്നുള്ളത് ഈ ഉത്തരവിട്ട ഏമാന്മാരെന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. ഈ ഉത്തരവിട്ട ആളുകൾ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് KSRTC ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നവരല്ല. കാരണം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത്തരം അപ്രായോഗികമായ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ തുനിയില്ലായിരുന്നു. അതാണ് വസ്തുത. മറ്റൊന്ന് പറയുന്നത്, ഇപ്പോൾ KSRTCയിൽ കണ്ടക്ടറായി ഒരാളെ നിയമിക്കുമ്പോൾ ആ നിയമനത്തിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ ഒരിടത്തും ഇത്തരം എക്സ്ട്രാ വർക്ക് പറയുന്നില്ല. അപ്പോൾ ഇത് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് പോലെ മാത്രമല്ല, ഇതൊരു പീഡനമാണ്. അതുപോലെ ഈ കുപ്പിവെള്ളത്തിൻ്റെ കണക്ക് സൂക്ഷിക്കുക. ഇപ്പോൾ ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ഇതിൻ്റെ രേഖകൾ അതിൻ്റെ കണക്ക് ഏൽപ്പിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നൊരു ടിക്കറ്റ് ആൻഡ് ക്യാഷാണ്. ഈ മറുനാടൻ മലയാളിയുടെ ചാനലിന് ഉത്തരവാദിത്തമുള്ള ചാനൽ നിലയ്ക്ക് നിങ്ങളൊരു മണിക്കൂർ ഈ കേരളത്തിലെ ഏതെങ്കിലും ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ പോയി അവിടുത്തെ പ്രവർത്തനങ്ങളൊന്ന് വീഡിയോ പകർത്തണം. അപ്പോൾ അറിയാം അവർക്ക് ഈ കുപ്പിവെള്ളത്തിൻ്റെ കാര്യം കൂടെ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ മുന്നിലൊരു അഴിമതി മണക്കുന്നു എന്നുള്ളതാണ്.
കാരണം ഹില്ലി അക്വാ വാട്ടർ എന്നുള്ള ഒരു കമ്പനിയുമായി ചേർന്ന് KSRTCയുടെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് വെള്ളം ബിസിനസ് ചെയ്യുന്നതിന് നമുക്കെതിരൊന്നുമില്ല. പക്ഷേ ബസ്സിൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല. ഡിപ്പോയിൽ കൊടുക്കൂ, ആൾക്കാർ ഒന്ന് വെള്ളം വാങ്ങിപ്പോവും. ഇത് യാത്രക്കാരും KSRTC ജീവനക്കാരെയും തമ്മിൽ ഒരു വലിയ ഒരു വഴക്കും വക്കാണോ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും വീണ്ടും വാർത്തയാക്കാനും കൂടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായമല്ല. ഈ സമ്പ്രദായം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അത് ബഹുമാനപ്പെട്ട MD ആയിരുന്നാലും ശരി, ബഹുമാനപ്പെട്ട മന്ത്രി ആയിരുന്നാലും ശരി, ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. അല്ലാത്ത പക്ഷം ഞങ്ങൾ KST എംപ്ലോയീസ് സംഘം എന്ന് പറയുന്ന സംഘടന ഇതിനെ ഒരു വലിയൊരു വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭപാതയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. എന്തായാലും ഈ കുപ്പിവെള്ളം വിൽക്കണം എന്നുള്ള ഉത്തരവിന് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് KSRTC ജീവനക്കാരിൽ നിന്നും ഉയർന്നു വരുന്നത്. ഈ കുപ്പിവെള്ളം KSRTC ഡിപ്പോയിലോ മറ്റോ ഒരു പ്രത്യേക സ്റ്റോളോ മറ്റോ ഇട്ട് വിൽക്കാവുന്നതാണ്. ഇത് അല്ലാതെ ജീവനക്കാർ വിൽക്കണം എന്നുള്ളത് ഇവരുടെ മാനസിക സമ്മർദ്ദത്തെ തന്നെ വലിയ രീതിയിൽ ഉയർത്തുന്നതാണ് എന്നുള്ള ഒരു വാദമാണ് KSRTC ജീവനക്കാരും ഉയർത്തുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.